84-ാമത്തെ പേജിലാണ് ഉള്ളത്. ഒന്നാമത് നമ്മൾ പഠിച്ചത് മഫ്ഊൽ മുത്ലഖാണ്. മഫ്ഊൽ മുത്ലഖായി വരുന്ന സാധനം എപ്പോഴും എന്തായിട്ടേ വരുള്ളൂ? ഇന്നഹും യകീദൂന കൈദ വഅകീദു കൈദ. അറിയോ? കേട്ടുക്കണോ? എന്റെ ശബ്ദം കേൾക്കണുണ്ടല്ലോ അല്ലേ? സൗണ്ട് ക്ലിയർ ആണ്. ഖുർആനിൽ കാണാം, ഇന്നഹും തീർച്ചയായിട്ടും അവർ, യകീദൂന അവർ കുതന്ത്രം പ്രയോഗിക്കുന്നു, കൈദൻ ഒരു കുതന്ത്രം പ്രയോഗിക്കൽ. അപ്പൊ യകീദൂന നീല എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്, ഏതുണ്ട്? അതിന്റെ മഫ്ഊൽ മുത്ലഖാണ് ഏത്? കൈദൻ ഒരു കുതന്ത്രം പ്രയോഗിക്കണ്ടോ? കൈദ് എന്നുള്ളത് ഏതിന് പോകുന്നത് തന്നെയാണ്? യകീദൂനിന്ന് പോകുന്നതാ. അപ്പോൾ മഫ്ഊൽ മുത്ലഖിന്റെ പ്രത്യേകത എന്താ? അതിന്റെ മസ്തറും ഫീലും ഒന്നേക്കാരം. ഇപ്പൊ ലറബ്തു ലർബൻ, ഞാൻ ഒരു അടിക്കൽ അടിച്ചു. ലർബ് എന്നുള്ളതാണ് ഏത്? മഫ്ഊൽ മുത്ലഖ്. ലർബ് എന്നുള്ളത് ഏതിന് പോകുന്നത് തന്നെ? യളിരിബു അല്ലെങ്കിൽ ലറബ്തു ലറബീന്ന് പോകുന്നത് തന്നെയാണ് ഏത്? ലർബൻ. ഖതബ്തു കിതാബതൻ, ഞാൻ ഒരു എഴുതൽ എഴുതി. ഖതബ്തു ഫീല് ഫായില്, കിതാബത്തൻ മഫ്ഊല് മുത്ലഖ. കാരണം കിതാബത്തെ എന്ന് പോകുന്നത് തന്നെ കതബയിൽ നിന്ന് വന്നത് തന്നെയാണ്. അപ്പൊ മഫ്ഊൽ മുത്ലഖായി വരുന്ന സാധനം മസ്തറൈക്കാരം. ആ മസ്തറും ആ ഫീലും ഒന്നിൽ നിന്നുള്ളതൈക്കാരം. രണ്ടും രണ്ടാവൂല. മസ്തർ മഫ്ഊൽ മുത്ലഖായി വന്ന ആ മസ്തറിന്റെ അതേ ഫീൽ തന്നെയാണ് അതിന്റെ ബാക്കിൽ മുന്നിലുണ്ടാകുക. ലറബ്തു ലർബൻ, ജലസ്തു ജുലൂസൻ. ജലസ്തു ജുലൂസൻ എന്താ അർത്ഥം? ഞാനൊരു ഇരിക്കൽ ഇരുന്നു. അപ്പൊ ജുലൂസ് എന്നുള്ളത് മസ്തറാണ്, മഫ്ഊൽ മുത്ലഖാണ്. ജലസയിൽ നിന്ന് വന്നത് തന്നെയാണ് ഏത്? ജലസയിൽ നിന്ന് വന്നത് തന്നെയാണ് ഏത്? ജുലൂസ്. ജലസയിൽ നിന്ന് ജുലൂസ്. ദഹബത്തു ദഹാബൻ, ഞാനൊരു പോകൽ പോയി. ദഹബത്തു ഞാൻ പോയി, ഫീല് ഫായില്. ദഹാബൻ ഒരു പോകൽ, മഫ്ഊൽ മുത്ലഖ്. ദഹാബ് എന്നുള്ളത് ഏന്ന് പോകുന്നത് തന്നെയാണ്? ദഹബയിൽ നിന്ന് വന്നത് തന്നെയാണ്. അതാണ് മഫ്ഊൽ മുത്ലഖിന്റെ പ്രത്യേകത. ഫീലും മസ്തറും ഒന്നേക്കാരം. അതേ ഇപ്പൊ ഫീലും ഫായിലും വന്നിട്ടാണല്ലോ ഏതുണ്ടാകുക? ഫീലും ഫായിലും വന്നിട്ടല്ലേ ഏതുണ്ടാകുക? മഫ്ഊൽ മുത്ലഖ് ഉണ്ടാകുക. അപ്പൊ ആ മഫ്ഊൽ മുത്ലഖ് അതിന്റെ മുമ്പുള്ള ഫീലിന്റെ അതേ മസ്തറൈക്കാരം. ലറബ്തു ലർബൻ, ജലസ്തു ജുലൂസൻ, ദഹബ്തു ദഹാബൻ, അകൽതു അക്ലതൻ. ഇതാണ് മഫ്ഊൽ മുത്ലഖ. പഠിച്ചോളി. ഇന്നഹും യകീദൂന കൈദ, അവരൊരു തന്ത്രം പ്രയോഗിക്കുന്നു. യകീദൂന ഫീല് ഫായില്, കൈദൻ മഫ്ഊൽ മുത്ലഖ. ഈ കൈദ ഇന്ന് പോകുന്നത് തന്നെയാണ് യകീദൂനെന്ന് പോകുന്നതാണ്. വഅകീദു കൈദ എന്താ അർത്ഥം? ഞാനൊരു കുതന്ത്രം പ്രയോഗിക്കുന്നു. അകീദു ഫീല് ഫായില്, കൈദൻ മഫ്ഊല് മുത്ലഖ്. അപ്പൊ എന്താ പഠിച്ചത്? സാധാരണ വരുന്ന മഫ്ഊല് ബിക്കാണ്, മഫ്ഊലിനാണ് എന്തെന്ന് പറയാം? മഫ്ഊല് ബിഹി എന്ന് പറയാം. മഫ്ഊല് ബിഹി എന്ന് പറഞ്ഞാൽ എന്താ? ഫായിലിന്റെ പ്രവൃത്തി ആരിലേക്ക് വിട്ടുകിടക്കും? മഫ്ഊലിലേക്ക് വിട്ടുകിടക്കും. അതാണ് ഏത്? മഫ്ഊല് ബിഹി അറിയുന്നത്. ദറബ സൈദുൻ അംറൻ, സയ്യിദ് അംറിനെ അടിച്ചു. അപ്പൊ അടി സയ്യിദിൽ നിന്ന് ആരിലേക്ക് വിട്ടുകടന്നു? അംറിലേക്ക്. അതാണ് മഫ്ഊല് ബിഹി.
പിന്നെ പഠിച്ചത് മഫൂല് മുത്തലഖാണ്. മഫൂല് മുത്തലഖ് എന്തേക്കാരം? മസ്തറൈക്കാരം. ആ മസ്തറും ഫീലും ഒന്നൈക്കാരം. മഫൂൽ മുത്തലഖിന് നസ്ബ് ചെയ്ത ഫീലിൽ നിന്ന് തന്നെ ഇക്കാരം ഏതുണ്ടാകുക? മസ്തർ ഉണ്ടായിട്ടുണ്ടാകുക. മഫൂൽ മുത്തലഖിന് നസ്ബ് ചെയ്ത ഫീലിന്റെ അതേ മസ്തറൈക്കാരം മഫൂൽ മുത്തലഖായിട്ട് വരിക. അതാണ് മഫൂൽ മുത്തലഖ്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ്? മഫൂല് ഫീഹി എന്ന് പറഞ്ഞാൽ ഉണ്ടാകും ഫീന്റെ അതിലേതുണ്ടാകും? ഫീന്റെ അർത്ഥം ഉണ്ടാവും. ആ മഫൂല് ഫീ ആയി വരുന്ന സാധനം ഒന്നിരിക്കൽ ലറുഫ് സമാനോ അല്ലെങ്കിൽ ലറുഫ് മക്കാനോ ഇക്കാരം മഫൂല് ഫീ ആയി വരുന്ന. ദഅഉതു ഖൗമി, ഞാൻ എൻ്റെ ജനതയെ വിളിച്ചു. ലൈലൻ വനഹാറ, രാവിലും പകലിലും. സൂറത്ത് നൂഹിലുള്ള ഒരു ആയത്താണ്. ദഅഉതു, ഞാൻ വിളിച്ചു. അതിലെന്തൊക്കെയുണ്ട്? ഞാൻ വിളിച്ചു പറയുമ്പോ ഫായില്. ആരെയാണ് വിളിച്ചത്? ഖൗമി, എൻ്റെ ജനതയെ. അത് മഫൂല് ബിയ. എപ്പോഴാ ഞാൻ വിളിച്ചത്? ലൈല, രാത്രിയിൽ. വനഹാറൻ, പകലിലും. അതാണ് മഫൂല് ബിഹി. ഇതിന്റെ അർത്ഥം ഉണ്ടാവും. ലൈല അറിയണത് ലർഫ് സമാനാണ്. ലൈല അറിയണത് ഏതാണ്? ലർഫ് സമാന. അപ്പൊ അതും കഴിഞ്ഞു. മഫൂല് മുത്തലഖ് കഴിഞ്ഞു. ഇതിന്റെ ഒക്കെ നമ്മളെ മറ്റേ പുസ്തകത്തിൽ വരും. അതിന്റെ മുമ്പെന്നൊന്ന് പറഞ്ഞേക്കാന്നുള്ളൂ. മഫൂല് മുത്തലഖ് കഴിഞ്ഞു, മഫൂല് ബിഹി കഴിഞ്ഞു, മഫൂല് ഫീഹി കഴിഞ്ഞു. ഇനി ഏതാണ്? മഫൂലു ലഹു. എന്ത്? മഫൂലു ലഹു. അതൊരു മഫൂല. അതിലൊരു ലാമിന്റെ അർത്ഥം ഉണ്ടാവും. മഫൂലു ലഹുവിന് എന്തിന്റെ അർത്ഥം ഉണ്ടാവും? ലാമിന്റെ അർത്ഥം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് എന്ത് പറഞ്ഞത്? മഫൂലു ലഹു. ഇതിപ്പോ എത്രാമത്തെ മഫൂല നമ്മൾ പഠിക്കണേ? 4. 3 മഫൂല് ഓൾറെഡി കഴിഞ്ഞു. മുത്തലഖ്, ബിഹി, ഫീഹി, ലഹു. പിന്നെ അതിന്റെ പ്രത്യേകത എന്താ അറിയോ? അതും മസ്തർ വൈക്കാരത്. മഫൂല് ലഹുവായി വരുന്ന സാധനം ഏതെന്നേക്കാരം? മസ്തറൈക്കാരം. ഞാൻ പറയണ തിരിയുന്നുണ്ടോ? മഫൂലു ലഹുവായിട്ട് വരുന്ന സാധനവും ഏതൈക്കാരം? മസ്തറൈക്കാരം. മഫൂലു ലഹു എന്ന് പറയാനുള്ള കാരണം എന്താ? ആ മഫൂലിൽ എന്തിന്റെ അർത്ഥം ഉണ്ടാവും? ലഹുവിന്റെ അർത്ഥം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് എന്തിന് പേര് പറയണത്? മഫൂല് ലഹു എന്ന് പറയണത്. നോക്കോളി, ആ 84-ാമത്തെ അവസാനത്തെ വരി നോക്കി. വൽ മഫ്ഊലു ലഹു. മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ മാ, ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? യതളമ്മനു, അത് ഉൾക്കൊള്ളും. മഅനല്ലാമി, എന്തിന്റെ അർത്ഥത്തെ? ലാമിന്റെ അർത്ഥം ഉണ്ടാവും. വേണ്ടി എന്നുള്ളൊരു അർത്ഥം ഉണ്ടാവും ലാമിന്. ലാമിന്റെ അർത്ഥം എന്താണ്? വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു അർത്ഥം അതിലുണ്ടാവും. അതാവൽ മഫ്ഊലു ലഹു. മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ മാ, ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? യതളമ്മനു, അത് ഉൾക്കൊള്ളും. തളമ്മന, തളമ്മനന്റെ മുളാരിയാണേത്? യതളമ്മനു. യതളമ്മനു, അത് ഉൾക്കൊള്ളും. എന്തിനെ? മഅനല്ലാമി, എന്തിന്റെ അർത്ഥം? ലാമിന്റെ അർത്ഥത്തെ. എന്ന് പറഞ്ഞാൽ അതിലൊരു ലാം. നോക്കോളി, നഹ്വു
കൗലിക്ക നിന്റെ വാക്ക്, സുർത്തുക ഞാൻ നിന്നെ സന്ദർശിച്ചു, സാറ സാറ സാറു സാറത്ത് സാറത്ത സുർന സുർത്ത സുർത്തു സുർത്തി സുർത്തു സുർത്തു ആരെ ഞാൻ സന്ദർശിച്ചു. ആരെ സന്ദർശിച്ചത്? ക ആരെ സന്ദർശിച്ചു? നിന്നെ. എന്തിനു വേണ്ടിയാ സന്ദർശിച്ചത്? ത്വമഅൻ ഫീ കറമിക നിന്റെ ആദരവ് ആഗ്രഹിച്ചതിന് വേണ്ടി. എന്ത്? നിന്റെ കർമ്മന ആദരവ് കാ നിന്റെ. അപ്പൊ എന്താ അർത്ഥം? നിന്റെ ആദരവ് ആഗ്രഹിച്ചതിന് വേണ്ടി ഞാൻ നിന്നെ സന്ദർശിച്ചു. സുർത്തുക ഞാൻ നിന്നെ സന്ദർശിച്ചു, തമാം ഫീന് വേണ്ടി നിന്റെ ആദരവിൽ. എന്താ ഇതിന് വേണ്ടി? ആഗ്രഹിച്ചതിന് വേണ്ടി. ഏതാ ആഗ്രഹിച്ചതിന് വേണ്ടി എന്നുള്ളത്? ഏതാ? ത്വമാൻ. അതിലേതാണ് മഫ്ഊലിന്റെ കാര്യങ്ങള്? സുർത്തു സന്ദർശിച്ചു, കാ നിന്നെ. അത് ശരിക്കുള്ള മഫ്ഊൽ ഏത്? അതിന്റെ മഫ്ഊല് ലഹുവാണ് ഏത്? ത്വമാൻ ആഗ്രഹിച്ചതിന് വേണ്ടി. ഈ വേണ്ടി എന്നുള്ളത് അതിന്റെ അർത്ഥ ലാമിന്റെ അർത്ഥ. ആ ലാമിന്റെ അർത്ഥം ഉള്ളത് കൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? മഫ്ഊല് ലഹു. ആ എന്തുകൊണ്ട്? അവിടെ ഒരു ലാമിന്റെ അർത്ഥം അല്ലെങ്കിലും ഉണ്ട്. ഞാൻ നിന്നെ സന്ദർശിച്ചു. അപ്പൊ ഈ എന്നോട് ചോദിക്കും, ലീമ എന്തിനാണ് ഈ എന്നെ സന്ദർശിച്ചത്? അപ്പൊ അതിന് മറുപടി പറയും എന്ത്? തമഅൻ ഫീ കറമിക നിന്റെ ആദരവ് ആഗ്രഹിച്ചതിന് വേണ്ടി. അതാ തന്നെയാണ് പറയുന്നത്. എന്ത്? അവിടെ ഒരു ലാമിന്റെ അർത്ഥം എങ്ങനെ വരുന്നേന്നാ ചോദിക്കണേ. അവിടെ എന്തുണ്ടാവും പറഞ്ഞു? ലാമിന്റെ അർത്ഥം. അപ്പൊ അതെങ്ങനെ? ഞാൻ എന്നോട് പറഞ്ഞു സുർത്തുക ഞാൻ നിന്നെ സന്ദർശിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കും ലിമ. ലിമ എന്താ ലിമ പറഞ്ഞ? എന്തിനു വേണ്ടി? ആ ലാമ്. അപ്പൊ അതിന് മറുപടി പറയാണ് ത്വമഅൻ ഫീ കറമിക നിന്റെ ആദരവ് ആഗ്രഹിച്ചതിന് വേണ്ടി. അതാ ഫഇന്നക എന്താ അർത്ഥം? തീർച്ചയായും നീ. അത് പറഞ്ഞാൽ ആരാ? കാ നീ. നീ ഫഇന്നക തീർച്ചയായും നീ. ഇദാ ഖുൽത നീ എന്താക്കിയാൽ? പറഞ്ഞാൽ. പറഞ്ഞാൽ. എന്ത് പറഞ്ഞു? സുർത എന്താണ് അർത്ഥം? ഞാൻ സന്ദർശിച്ചു എന്ന് നീ പറഞ്ഞാൽ. കാലൽ മുഖാത്തബു അപ്പൊ മുഖാത്തബ് ചോദിക്കും. ആരോടാ പറയണ്? അവനാണ് അറബിയിൽ എന്തെന്ന് പറയാ? മുഖാത്തബ്. അപ്പൊ മുഖാത്തബ് ചോദിക്കും ലിമ എന്തിനാണ് നീ എന്നെ സന്ദർശിച്ചത്? ഫഖുൽത അപ്പോൾ നീ പറയും ത്വമഅൻ ആഗ്രഹിച്ചതിന് വേണ്ടി. ഐ ലി ത്വമഇൻ എന്നാണ് അവിടെ ഉണ്ടാകുക. അലാമിനെ എന്താക്കിയതാണ്? കളഞ്ഞതാ. അപ്പൊ ഈ മഫ്ഊലു ലഹു എന്ന് പറയാനുള്ള കാരണം അതിലേതുള്ളത് കൊണ്ടാണ്? ലാമിന്റെ ഉള്ളത് കൊണ്ടാണ് എന്നർത്ഥം. അതാ ഫഇന്നക തീർച്ചയായിട്ടും നീ. ഇതാ കുൽത്ത നീ പറഞ്ഞു. സുർത്തുക ഞാൻ നിന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. ഖാലൽ മുഖാത്തബു അപ്പൊ മുഖാത്തബ് ചോദിക്കും ലീമ എന്തിന്? ഫഖുൽത അപ്പോൾ നീ എന്താക്കും? പറയും ത്വമഅൻ ഐ ലി ത്വമഇൻ ആഗ്രഹിച്ചതിന് വേണ്ടി. അപ്പോ
മഫ്ഊല് ഫീക്ക് ഫീന്റെ അർത്ഥം ഉള്ളത് കൊണ്ട് മഫ്ഊല് ഫീ അറിയും. മഫ്ഊല് ലഹു എന്ന് പറഞ്ഞാൽ അവിടെയും ഏതിന്റെ അർത്ഥം ഉണ്ടാവും? ലാമിന്റെ അർത്ഥം ഉണ്ടാവും. ഒരു റീസൺ ഇക്കാരം അത്. ഈ മഫ്ഊല് ലഹു എന്തേക്കാരം? ഒരു കാരണ ഇക്കാരം. അപ്പൊ ഞാൻ ഇന്ന് സന്ദർശിക്കാനുള്ള കാരണമാണ് ഏത്? ഏതാഗ്രഹിക്കുക എന്നുള്ളത്? ആദരവ് ആഗ്രഹിക്കുക. ഇതാ ഖുർആൻ ഇതാ തെളിവ് പറയണ്. യജ്അലൂന അസ്വാബിയഹും ഫീ ആദാനിഹിം മിനസ് സവാഇഖി ഹദറൽ മൗത്ത്. യജ്അലൂന എന്താ അർത്ഥം? അവരെന്താക്കും? ആവുന്നല്ല, ആക്കും. എന്തിനാക്കും? അവരുടെ വിരലുകളെ. ഇസ്ബഅ് വിരല്, അതിന്റെ ബഹുവചനാണ് വിരലുകളെ ആക്കും. എന്താക്കും? ഫീ ആദാനിഹിം, ഓല ചെവിടിന്റെ ഉള്ളിലാക്കും. മിനസ്സവാഇഖി, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ. എന്തിനു വേണ്ടി? ഹദറൽ മൗതി, മരണത്തെ ഭയപ്പെട്ടതിന് വേണ്ടി. ഹദറൽ മൗതി പറഞ്ഞാൽ എന്താ? മരണ പേടിച്ചതിന് വേണ്ടിയിട്ട് ഇടിവാള് വെട്ടുമ്പോ ഓല കൈയൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? ചെവികളിൽ. അപ്പൊ ചെവികളിൽ വെക്കാനുള്ള കാരണം എന്താ? എയിനെ പേടിയാ? ഇടിമിന്നലിനല്ല, അതിന് മൗതി. ആ ഹദറ എന്നുള്ളതാണ് മഫ്ഊല് ലഹു. യജ്അലൂന, അവരാക്കും. അതിലെന്തൊക്കെയുണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. എന്തിനെ? അസ്വാബിയഹും, അവരുടെ വിരലുകളെ. മഫ്ഊല്. ഫീ ആദാനിഹിം, അവരുടെ ചവിട്ടിലാക്കും. മിനസ്സവാഇഖി, ഇടിമിന്നലില്. എന്തിനു വേണ്ടിയാണ് വെക്കുന്നത്? ഹദറൽ മൗതി, മരണത്തെ പേടിച്ചതിന് വേണ്ടി. ഐ ലി ഹദരിൽ മൗതി എന്നാണ്ടാകുക. എന്ന് പറഞ്ഞാൽ ആ ഹദറ എന്നുള്ളതിന് എന്തിന്റെ അർത്ഥമുണ്ട്? ലാമിന്റെ അർത്ഥമുണ്ട്. അപ്പൊ ഖുർആൻ മഫ്ഊൽ ലഹുവിന് ഉദാഹരണം വന്നു. ഹദറൽ മൗത്ത്, മരണം ഭയപ്പെട്ടതിന് വേണ്ടി. അതാണ് മഫ്ഊൽ ലഹു. വഖദാ ഖൗലുഹു തആല, അതേപോലെ അല്ലാഹ് പറയുന്നുണ്ട് ഒരു ദുആയത്താ. ഫയത്തബിഊന, അങ്ങനെ അവർ പിൻപറ്റും. മാ തശാബഅ മിൻഹു, അതിൽ നിന്ന് പരസ്പരം സാദൃശ്യമുള്ളതിനെ അവർ പിൻപറ്റും. എന്തിനു വേണ്ടിയിട്ട്? ഇബ്തിഗാഅൽ ഫിത്നതി, കുഴപ്പം ആഗ്രഹിച്ചതിന് വേണ്ടി. ഇബ്തിഗാഅൽ ഫിത്ന, കുഴപ്പം ആഗ്രഹിച്ചതിന് വേണ്ടി. എവിടെ മഫ്ഊല് ലഹു? ഇബ്തിഗാ, അതാണ് മഫ്ഊല് ലഹു. അപ്പൊ എന്താ ഒന്ന് പഠിച്ചത്? മഫ്ഊല് ലഹു ആണെങ്കിൽ അത് റീസൺ ഇക്കാരം, അതൊരു കാരണ ഇക്കാരം. അതിൽ എന്തിന്റെ അർത്ഥം ഉണ്ടാവും? ലാമിന്റെ അർത്ഥം ഉണ്ടാവും. അപ്പോ ലറബ്തുൽ വലദ, കുട്ടിയെ ഞാൻ അടിച്ചു. തഅദീബൻ, അവനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. എന്താ തഅദീബ് എന്ന് പറഞ്ഞാ? മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഏതാ മഫ്ഊല് ലഹു? മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി, അതാണ് മഫ്ഊല് ലഹു. അപ്പൊ അതുമായി. അപ്പൊ 4 കഴിഞ്ഞു. മഫ്ഊല് ബിഹി കഴിഞ്ഞു, മഫ്ഊല് ഫീഹി കഴിഞ്ഞു. പിന്നെ ഏതാ കഴിഞ്ഞ്? മഫ്ഊല്. 4 മഫ്ഊല് കഴിഞ്ഞു. ഏതാ 4 മഫ്ഊല്? മഫ്ഊല് മുത്ലഖ്, മഫ്ഊല് ബിഹി, മഫ്ഊല് ഫീഹി, മഫ്ഊല് ലഹു. ഇതാണ്
ഇനി ഇതാ അഞ്ചാമത്തെ മഫ്ഊൽ ഇതാ പറയണ്. വൽ മഫ്ഊലു മഅഹു. മഫ്ഊലു മഅ എന്ന് പറഞ്ഞാൽ അതിലൊരു വാവ് ഉണ്ടാകും. ആ വാവിന് കൂടെ എന്ന അർത്ഥം ഉണ്ടാകുക. മഫ്ഊലു മഅ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ എന്തിന്റെ അർത്ഥം ഉണ്ടാവും? കൂടെ. കൂടെ ഉണ്ടാവും. അതാ ഫസ്ലുൻ നോക്കിക്കോളിയും. വൽ മഫ്ഊലു മഅഹു. മഫ്ഊലു മഅ എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്. എങ്ങനത്തെ ഒന്നാണ്? യതളമ്മനു. എന്താർത്ഥം? അത് ഉൾപ്പെടുത്തും. മഅന മഅ. ഇതിന്റെ അർത്ഥത്തെ എന്നതിന്റെ അർത്ഥം കൂടെ എന്നതിന്റെ അർത്ഥം. കൂടെ എന്നുള്ളതിന്റെ അർത്ഥം ഉണ്ടാവും മഫ്ഊലു മഅക്ക്. അതാവൽ മഫ്ഊലു മഅ. മഫ്ഊലു മഅ എന്ന് പറയുന്നത് മാ ഒന്നാണ്. യതളമ്മനു അത് ഉൾക്കൊള്ളിക്കും. മഅന മഅ എന്തിന്റെ അർത്ഥത്തെ? മഴയുടെ അർത്ഥത്തെ. മഅ എന്നതിന്റെ അർത്ഥം കൂടെ എന്നതിന്റെ അർത്ഥം. നഹ്വു കൗലിക്കാനിന്റെ വാക്ക് പോലെ കുംതു ഞാൻ നിന്നു. വസൈദൻ ആരുടെ കൂടെ? സെയ്ദിന്റെ കൂടെ. വസൈദൻ അതാണ് മഫ്ഊൽ അതാണ് മഫ്ഊൽ മഅ. വാവ് മഫ്ഊൽ മഅ ആവുമ്പോ വാവ് ഉണ്ടാവും. ആ വാവിന് എന്തിന്റെ അർത്ഥം? ഇക്കാരം കൂടെ എന്ന ഇക്കാരം. ഞാൻ നടന്നു. വത്വരീഖ ഏതിനോടുകൂടെ? റോഡിനോട് കൂടെ. റോഡിലൂടെ എന്നല്ല, റോഡിനോട് കൂടെ ഞാൻ നടന്നു. അപ്പൊ വത്വരീഖ അതാണ് മഫ്ഊൽ മഅ. കൂടെ എന്ന അർത്ഥം ഉണ്ടാവും. അതിൽ വാവുണ്ടാകും. ആ വാവിന് എന്തിന്റെ അർത്ഥീകാരം? മഅന്റെ അർത്ഥമായിരിക്കും. കൊടുത്തിട്ടുണ്ടോ? ഐമ അസൈദിൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തിന്റെ അർത്ഥമുണ്ട്? മഅന്റെ എന്ന അർത്ഥം വരുന്ന അർത്ഥമുണ്ട്. ആ അർത്ഥം വാവിനാ ഉണ്ടാകുക. അപ്പോ മഫ്ഊല് മഅ ആണെങ്കിൽ അതിൽ ഏതുണ്ടാകും? വാവ് ഉണ്ടാകും. ആ വാവിന് എന്തിന്റെ അർത്ഥീകാരം? കൂടെ മഅ കൂടെ എന്നുള്ളത്. ഇതാ മഫ്ഊല് മഅന്റെ ഉദാഹരണം വന്നിക്കണതാ. ഖാലല്ലാഹു തആല അല്ലാഹു പറഞ്ഞു. ഫാജ്മിഉ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക. അംറക്കും നിങ്ങളുടെ കാര്യത്തെ. വശുറകാഅക്കും ആരുടെ കൂടെ? നിങ്ങളുടെ പങ്കാളികളുടെ കൂടെ. ഫജ്മിഉ നിങ്ങൾ ഉറപ്പിക്കുക, തീരുമാനിക്കുക. അംറക്കും നിങ്ങളുടെ കാര്യം. ആരുടെ കൂടെ? വശുറകാഅക്കും നിങ്ങളുടെ പങ്കാളികളോടൊപ്പം. ഏതാ മഫ്ഊൽ മുത്ലഖ്? അപ്പൊ ഫജ്മിഉ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക. അതിലെന്തൊക്കെയുണ്ട്? എന്തിനൊരുമിച്ച് കൂട്ടണം? അംറക്കും നിങ്ങളുടെ കാര്യത്തെ. അംറ ഇഞ്ഞാണ് മഫ്ഊൽ മാദാ വരുന്നത്. വശുറകാഅക്കും നിങ്ങളുടെ പങ്കാളികളുടെ കൂടെ. വശുറകാ അതിനാണ് എന്തെന്ന് പറയാ? മഫ്ഊല് പ്ലസ് മുലാഫ് കും വമിൻ അൽഫാദിഹിം ആ മഫ്ഊല് മഅ വന്ന പദങ്ങളിൽ പെട്ടതാണ്. വമിൻ അൽഫാദി എന്ന് പറഞ്ഞാൽ എന്താണ്? മഫ്ഊല് മഅ ആയിട്ട് വന്ന ഏതിൽപ്പെട്ടതാണ്? പദങ്ങളിൽ. ലഫ്ദ് പറഞ്ഞ പദം, അൽഫാദ് പറഞ്ഞാൽ എന്താ? പദങ്ങൾ. എന്താ അർത്ഥം? വമിൻ അൽഫാദിഹിം ആ മഫ്ഊല് മഅയായിട്ട് വന്ന പദങ്ങളിൽപ്പെട്ടതാണ്. ഇസ്തവൽ മാഉ വെള്ളം ഉയർന്നു. വൽ ഖശബത മരത്തോടൊപ്പം. മരത്തോടൊപ്പം ഏത് ശരിയായി? വെള്ളം ഉയർന്നു നിന്നു. ഇസ്തവൽ മാഉ വെള്ളം ഉയർന്നു നിന്നു. ഏതിനോടൊപ്പം? വൽ ഖശബത ഏതിനോടൊപ്പം?
ഖശബത്ത് പറഞ്ഞ മരം. ഏതിനോടൊപ്പം? മരത്തോടൊപ്പം. മരം. അപ്പൊ ഇസ്തവാ ഫിയല് അൽമാഉ ഫായില് വൽ മഅഹു. വജഅൽതു വജലസ്തു ഞാൻ ഇരുന്നു വസാരിയത്ത തൂണിനോടൊപ്പം. സാരിയത്ത് പറഞ്ഞാൽ എന്താ? തൂണ്. അപ്പൊ വജലസ്തു ഞാൻ ഇരുന്നു വസാരിയത്ത ഏതിനോടൊപ്പം? തൂണിനോടൊപ്പം. ആ അവിടെ കണ്ട ജലസ്തു പറഞ്ഞതില് ഫീലും ഉണ്ട് ഫായിലുണ്ട്. ഫായിലും ഉണ്ട്. വസാരിയത്ത അതിനാണ് അറബിയിൽ എന്തെന്ന് പറയാ? മഫ്ഊല് മാ. മഫ്ഊല് മാ. വജാഅൽ ബർദു തണുപ്പ് വന്നു. വത്വയാലിസ എന്താ ഈ ത്വയാലിസിന്റെ അർത്ഥം? ഏതായാലും ജാഅ ഫീല് മാദി, അൽ ബർദു ഫായില്, വത്വയാലിസത എന്താ ഇതിന്റെ അർത്ഥം? അർത്ഥം പറഞ്ഞത് എന്താ തർക്കീബ്? മഫ്ഊല് മാ. മഫ്ഊല് മാ. ഈ ത്വയാലിസ എന്നാണ് അർത്ഥം. നോക്കിയിട്ട് പറഞ്ഞുതരാം. ഫൽ വാവു ഈ മഫ്ഊൽ മഅയിൽ വരുന്ന വാവ് ബിമഅന മഅ ഏതിന്റെ അർത്ഥൈകാരം? മഅന്റെ അർത്ഥം. മാന്റെ അർത്ഥം. എന്താ? മഫ്ഊൽ മഅയിലുള്ള വാവിന് എന്തിന്റെ അർത്ഥൈകാരം? മാന്റെ അർത്ഥം. അപ്പോ ഇന്നിപ്പോ മഫ്ഊല് ലഹുവിനെ കുറിച്ച് പഠിച്ചു. മഫ്ഊല് ലഹു മസ്തറ ഇക്കാരം. അതിൽ ഏതിന്റെ അർത്ഥം ഉണ്ടാവും? ലാമിന്റെ അർത്ഥം ഉണ്ടാവും. റീസനാണ് അത് വെളിവാക്കി തരിക. എന്തിന് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടാകും. അപ്പൊ അതിന്റെ മറുപടി ആയിരിക്കും ഏത്? മഫ്ഊല് ലഹു. ഇപ്പൊ ഞാൻ ഇന്നെ സന്ദർശിച്ചു, അഹമ്മദിനോട് ഞാൻ വന്നിട്ട് ഞാൻ ഇന്നെ സന്ദർശിച്ചു പറഞ്ഞാൽ അഹമ്മദ് ചോദിക്കണ ചോദ്യം എന്താ? ലിമ, എന്തിനാ സന്ദർശിച്ചത്? അപ്പൊ തമാം ഫി കറമിക്ക, നിന്റെ ആദരവ് ആഗ്രഹിച്ചതിന് വേണ്ടി. പിന്നെ രണ്ടാമത് പറഞ്ഞത് മഫ്ഊല് മാ. മഫ്ഊല് മാ എന്ന് പറഞ്ഞാൽ അതിൽ എന്തിന്റെ അർത്ഥം ഉണ്ടാവും? മാന്റെ അർത്ഥം ഉണ്ടാവും. അതേപോലെ മഫ്ഊല് മായിൽ വാവ് ഉണ്ടാകും. ആ വാവിന് എന്തിന്റെ അർത്ഥീകാരം മഅന്റെ അർത്ഥം മഴന്റെ അർത്ഥം ഉണ്ടാവും. ഉണ്ടാവും. ഈ മഫ്ഊല് മാ വളരെ കുറവാട്ടോ. ഞാൻ പള്ളി പോണേ. ഏ ഞാൻ പള്ളി പോണേ, ജമാഅത്ത് തുടങ്ങണ്ട. ഞാനായി കഴിഞ്ഞു ഇത് പൂവന്നെ. അപ്പോ മഫ്ഊല് മാ വളരെ കുറവാണ്. അതേസമയം മറ്റ് മഫ്ഊലുകളൊക്കെ ഖുർആനിൽ പുട്ടിന് തേങ്ങടണ മാതിരി വരും. മഫ്ഊൽ മുത്ലക്ക് ഇഷ്ടം പോലെ ഉണ്ട്, മഫ്ഊല് ലഹു ഉണ്ട്. ഞാൻ ഖുർആനിൽ നിന്നുള്ള ഉദാഹരണങ്ങളൊക്കെ നോക്കണം ഇൻഷാ അല്ലാഹ്. നാകെ 5 ആളുള്ളൂല്ലേ? എവിടെ പോയി ആളുകള്? 5 ആളും ഇല്ലേ? നമ്മളെ റസീനൊന്നും വന്നിട്ടില്ലെന്നും. അവിടെ വന്നോട്ടെ ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ഒന്ന് ഇടയ്ക്കെടുത്ത് നോക്കോണ്ടി.